ചുമ്മാതിരുന്ന ഡോക്ടർ ജോ ജോസഫിനെ പോയി ചുണ്ണാമ്പ് തേച്ച യൂത്ത് നേതാവ് KM അഭിജിത്തിനും വയർ നിറച്ച് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിലും യൂത്തന്മാരുടെ ഇപ്പോഴത്തെ ഒരു രീതി അങ്ങനെയാണല്ലോ, എവിടെയെങ്കിലൊക്കെ പോയി ചൊറിയുക, മറ്റു പണിയൊന്നുമില്ല. ഒന്നാമത് സംസ്ഥാന പ്രസിഡന്റ് ആകണമെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇരുന്ന് ഡയലോഗ് അടിക്കണം. അതാണല്ലോ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇപ്പോഴത്തെ ആചാരം. മാങ്ങാണ്ടി വീണ ഇടത്ത് ഒരു പ്രസിഡന്റ് സ്ഥാനം കിടന്ന് കറങ്ങുന്നു എന്ന് അറിഞ്ഞപ്പോ അന്നു മുതൽ നമ്മുടെ പഴയ KM അഭി സോഷ്യൽ മീഡിയയിൽ അങ്ങ് നിറയാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് ഷോഫിയെ ഒന്ന് ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി ഡോക്ടർ ജോ ജോസഫിനെ പോയി ചുമ്മാതൊന്ന് ചൊറിഞ്ഞതാണ്. ഇപ്പൊ എന്ത് വേണം, നിറച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഡോക്ടർ ജോ ജോസഫിനെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹം പൊതുവെ രാഷ്ട്രീയത്തിൽ ഒരു പ്രൊഫഷനിൽ നിന്ന് കടന്നു വന്നതുകൊണ്ട് തന്നെ വളരെ മാന്യമായിട്ട് പ്രതിപക്ഷത്തുള്ളവരോട് കൂടി പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. ഈ അടുത്ത കാലത്ത് ഇതുപോലെ അദ്ദേഹം ആ രാഷ്ട്രീയ മാന്യത എല്ലാവരോടും കാത്തു സൂക്ഷിക്കാറുണ്ട്. പക്ഷേ അനാവശ്യമായി ചൊറിയുന്നവർക്ക് അതേ നാണയത്തിലുള്ള മറുപടി കൊടുക്കാറുമുണ്ട്. ഈ അടുത്ത കാലത്ത് KM അഭിജിത്തിന്റെ ഗോഡ്ഫാദർ ആയിട്ടുള്ള മുരളീധരൻ ഇതുപോലെ ഒന്ന് ചൊറിഞ്ഞതാണ്. അതിന് ഇരിപ്പതൊരു മറുപടി സോഷ്യൽ മീഡിയയിലൂടെ കൊടുക്കുകയും അത് വലിയ വൈറലായി മാറുകയും ചെയ്തിരുന്നു. അതോടുകൂടി മുരളീധരൻ തികഞ്ഞിരുന്നു. അതുപോലെയാണ് യൂത്ത് കോൺഗ്രസിൽ പേരും അഡ്രസ്സും ഊരും ഇല്ലാത്ത KM അഭി ഇറങ്ങി നിന്ന് ഡോക്ടർ ജോ ജോസഫിനെ ചൊറിഞ്ഞത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ഒരു കാര്യമില്ല, വെറുതെ ഒരു ഷോ. അതിനുവേണ്ടിയാണ് ഡോക്ടർ ജോ ജോസഫിന്റെ ഒരു ചിത്രം അദ്ദേഹം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സന്ദർഭത്തിൽ തയ്യാറാക്കിയ ഒരു ഇടതുപക്ഷത്തിന്റെ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് അഭിജിത്തിന്റെ ചൊറി പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഡോക്ടർ ജോ ജോസഫ്, അങ്ങേക്ക് സുഖമാണെന്ന് കരുതുന്നു. ഇടയ്ക്കെങ്കിലും പിണറായി ഭരണത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന താങ്കൾ ശ്രീ ഷാഫി പറമ്പിൽ MBA ക്ലോസ്ഡ് റിഡക്ഷൻ സർജറി, എൻഡോസ്കോപ്പി സർജറി എന്നിവയ്ക്കാണ് വിധേയമാക്കിയതെന്നും അതിന് രോഗിയുടെ മീശയും താടിയും വടിക്കേണ്ടതില്ലെന്നും അന്തം കമ്മികളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക. NB, അന്തം കമ്മികളെ പറഞ്ഞു മനസ്സിലാക്കുന്നതിലും നല്ലത് 1 കിലോ ജീരകത്തിന്റെ തൊലി പൊളിക്കുകയാണ്. സൂപ്പർ ഹീറോ ഡയലോഗ്. കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും യൂത്തന്മാർ എണീറ്റ് നിന്ന് കൈയടിച്ചു കൊടുക്കുകയാണ്. കാര്യം യൂത്തന്മാരെ സംബന്ധിക്കുന്നിടത്തോളം ഇതുപോലുള്ള 4 ജീരകം പൊളിക്കുന്ന ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ അവരെ സംബന്ധിക്കുന്നിടത്തോളം രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാകും. പക്ഷേ അത് പറയുന്നത് ആരടുത്താണെന്നുള്ള ഓർമ്മ വേണമായിരുന്നു. അങ്ങനെയാണ് ഡോക്ടർ ജോ ജോസഫ് ആ പോസ്റ്റ് കണ്ടത് വൈകിയെങ്കിലും അതിന് ഉരുളക്കുപ്പേരി പോലുള്ള മറുപടി കൊടുത്തിരിക്കുന്നത്. ആ മറുപടി ഇങ്ങനെയാണ്: പ്രിയ KM അഭിജിത്ത്, കുശലാന്വേഷണങ്ങൾക്ക് നന്ദി. ഫോട്ടോയൊക്കെ വച്ചൊരു പോസ്റ്റ് ആയിട്ട് പോലും കാണാൻ ഇത്തിരി വൈകി, ക്ഷമിക്കുമല്ലോ. ആശുപത്രിയിൽ ഈയിടെ തിരക്ക് വല്ലാതെ കൂടുതലാണ്. ഹൃദ്രോഗവും ഹൃദയവേദനയുമൊക്കെ യുവാക്കളിലും കൂടുകയാണല്ലോ. പിന്നെ കേരളത്തെ വരും വർഷങ്ങളിൽ എങ്ങനെ എല്ലാ തലത്തിലും കൂടുതൽ മികച്ചൊരു സ്ഥലമായി മാറ്റാം എന്ന് ആലോചിക്കുന്ന വിഷൻ 2031 സെമിനാറുകൾ നടക്കുകയാണല്ലോ. കേരളത്തിൽ ഇന്ന് പിടിമുറുക്കുന്ന ഹൃദ്രോഗത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന ഒരു ചർച്ചയിൽ എനിക്കും ഭാഗമാകേണ്ടതുകൊണ്ട് അതിനായി ചില വായനകളും പരിചയമുള്ള ചില വിദഗ്ധരുമായിട്ടുള്ള ആശയവിനിമയവും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് യൂത്തിൽ ഹൃദയവേദനകൾ കൂടുന്ന കാലഘട്ടമാണല്ലോ ഇത്. നമുക്ക് ചെയ്യാവുന്നത് ചെയ്യണമല്ലോ. ഇനി അങ്ങ് ചോദിച്ച പ്രശ്നത്തിലേക്ക്. എന്തായാലും ഒരു കാര്യം ഉറപ്പല്ലേ, 3ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ടോ 2ാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടോ ഒന്നുമല്ലല്ലോ അങ്ങ് സൂചിപ്പിച്ച കാര്യം ഉണ്ടായിരിക്കുന്നത്. എന്റെ രാഷ്ട്രീയം അങ്ങയുടേതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. സാമാന്യ ജനത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവരോടൊപ്പം തോളോട് തോള് ചേർന്ന് സമത്വ സുന്ദരമായ ആരോഗ്യമുള്ള ഒരു ലോകം പടുത്തുയർത്തുകയും ചെയ്യുക എന്ന വിശാലമായ കാഴ്ചപ്പാടാണ് എന്റെ രാഷ്ട്രീയം. വിവാദങ്ങളിലും സുവർണാവസരങ്ങളിലുമല്ല, ക്രിയാത്മകമായ ഇടപെടലുകളിലാണ് രാഷ്ട്രീയം. പ്രതിഷേധിക്കുകയും സമരം ചെയ്യുകയും പ്രതികരിക്കുകയും ഒക്കെ വേണം, ഒരു സംശയവുമില്ല. പക്ഷേ അങ്ങയെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഈയിടെ ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യയായിരുന്നു ഗസയിൽ നടന്നത്. ഏകദേശം 67,000-ഓളം മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. അതിൽ തന്നെ 18,000-ഓളം കുട്ടികളാണ്. ഇതിനെതിരെ ഒരു ചെറുവിരൽ അനക്കിയെങ്കിലും അങ്ങയോ അങ്ങയുടെ സംഘടനയോ പ്രതിഷേധിച്ചിരുന്നു. പിന്നെ ലോക ജനത ഒരുമിച്ച് കോവിഡിനെ നേരിട്ടപ്പോൾ അങ്ങ് കാണിച്ച സാമൂഹിക പ്രതിബദ്ധത എല്ലാവരും മറന്നു കാണും എന്ന് വിചാരിക്കരുത്. NB, ചില യൂത്തുകളെ കൊണ്ട് ജനോപകാരപ്രദമായ കാര്യത്തിൽ പ്രതികരിപ്പിക്കുക എന്നതിനേക്കാൾ എളുപ്പം ഒട്ടകത്തെ സൂചിക്കുഴലിൽ കൂടി കടത്തുന്നതായിരിക്കും. ഇതാണ് KM അഭിജിത്തിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടുള്ള ഡോക്ടർ ജോ ജോസഫിന്റെ മറുപടി. എത്ര കൃത്യവും എത്ര മനോഹരവുമായിട്ടുള്ള മറുപടി. അതായത് ഇതുവരെ
കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു വിഷയങ്ങളിലും യുവമാർ പ്രതികരിക്കാറില്ല. ഈ കെ എം അഭിജിത്തിന്റെ ഫേസ്ബുക്ക് സംശയമുള്ളവർക്ക് എടുത്ത് നോക്കാം. ഗസയിലെ കുട്ടികളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടോ? അത് ഷാഫിയുടെ പേജിൽ നിങ്ങൾ നോക്കിയാലും കാണാൻ പറ്റില്ല. പക്ഷെ ഇമാതിരിയുള്ള ഊളത്തരങ്ങൾക്കെല്ലാം ഇവർ പ്രതികരിക്കും. കാര്യം മൂക്കിന്റെ പാമ്പൽ പാലം തകർന്നത് പേരാമ്പ്രയിൽ നടന്ന ബ്രിട്ടീഷുകാരുമായിട്ടുള്ള പോരാട്ടത്തിനിടയിലാണ്. അമ്മാതിരിയാണല്ലോ ഹൈപ്പ് കൊടുത്ത് കൊണ്ടുവരുന്നത്. അത് വെച്ചുകൊണ്ട് രാഷ്ട്രീയ മാർക്കറ്റിങ്ങിന് ഇറങ്ങിയതാണ്. എന്ത് വേണം? ഒരു കപട രാഷ്ട്രീയക്കാരനാണ് എന്നതിലെ അദ്ദേഹം പോസ്റ്റിലൂടെ പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നേരത്തെ കൊറോണ സമയത്ത് കെ എം അഭിയായിട്ട് അന്ന് കേരളത്തിലെ കോവിഡ് ക്വാറന്റൈനിൽ വ്യാജ പേര് ചേർത്ത് അദ്ദേഹം സ്വന്തം സഹപ്രവർത്തകന്റെ വീട്ടിൽ ഒളിച്ചിരുന്നത് കൈയോടെ പിടിക്കപ്പെട്ട ചരിത്രമുള്ള വ്യക്തിയാണ്. ബാക്കിയുള്ളവരെ കയറി ഉപദേശിക്കാൻ ഇറങ്ങുന്നത്. ആദ്യം സ്വന്തം മുഖം പോയി നന്നാക്കിയിട്ട് വാ എന്നുള്ളതാണ് അതിന് മറുപടി പറയാനുള്ളത്. എന്തായാലും കെ എം അഭിജിത്തിന് വയറ് നിറച്ച് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ യൂത്തിന്റെ ഹൃദയവേദന അതിനെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ ഇപ്പൊ ഞാൻ ആകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തിക്ക് ചിലപ്പോ നെഞ്ചുവേദന വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ പോലും അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള വിഷൻ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ കാര്യത്തിൽ മറുപടി വൈകിട്ടുണ്ട്. ഇനിയിപ്പോ ഹൃദയവേദന വന്നാൽ തന്നെ ലിസി ഹോസ്പിറ്റലിൽ പോയാൽ വിദഗ്ധ ചികിത്സ ഡോക്ടർ ജോ ജോസഫിന്റെ നേതൃത്വത്തിൽ തന്നെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അക്കാര്യത്തിലൊന്നും രാഷ്ട്രീയ പക്ഷപാതിത്വം കാണിക്കുന്ന വ്യക്തിയല്ല ഡോക്ടർ ജോ ജോസഫ്. ആ നിലയ്ക്ക് ചുമ്മാതിരുന്ന വ്യക്തിയെ ചുണ്ണാമ്പ് തേച്ചതിന് വയറ് നിറച്ച് കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ.